ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 22. കർഷക ആത്മഹത്യയും താഴ്ന്ന താങ്ങുവിലയും. ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ഹൃദയമാണെന്നും കർഷകർ രാജ്യത്തിൻ്റെ നട്ടെല്ലാണെന്നും ആവർത്തിച്ചു പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ഊർജം പകരാൻ ആ നിർവചനം ഏറെ ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാരുകൾ അതിനോട് നീതി പുലർത്തിയില്ല. അത്യധ്വാനം ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന കൃഷിക്കാരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ശതകോടീശ്വരന്മാർക്കും പണച്ചാക്കുകൾക്കും കോർപ്പറേറ്റുകൾക്കും ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി വരികയുമാണ്. വിളകളുടെ വിലയിടിവ്, രാസവള ദൗർലഭ്യവും വിലക്കയറ്റവും, അർഹമായ സബ്സിഡി തടഞ്ഞുവെക്കൽ, പ്രാദേശിക ഹുണ്ടികക്കാരുടെ ഷൈലോക്കിയൻ പലിശ തുടങ്ങി കോടിക്കണക്കിന് കർഷകരുടെ എല്ലാ വഴികളും കൊട്ടിയടയ്ക്കുന്ന നയങ്ങളാണ് കോൺഗ്രസ് BJP സർക്കാരുകൾ അനുവർത്തിച്ചു വരുന്നത്. അതിനാൽ ആ ദരിദ്രരുടെ അവസാന അഭയം ആത്മഹത്യയാണ്. കേന്ദ്രഭരണക്കാരുടെ കഴുത്തറപ്പൻ നടപടികൾ കാരണം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പതിനായിരക്കണക്കിന് കർഷകരാണ് കയറിലും കീടനാശിനികളിലും ട്രെയിനുകൾക്ക് തലവച്ചും ജീവനൊടുക്കിയത്. വളരെ കാലമായി ചാക്രിക സ്വഭാവത്തിൽ പ്രതിസന്ധി സാന്നിധ്യമറിയിക്കുകയും മനുഷ്യർ സ്വയം എറിഞ്ഞുടയ്ക്കുകയും ചെയ്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടുത്തെ അമരാവതി ജില്ലയിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 145 കർഷകർ മരണത്തിലേക്ക് പലായനം ചെയ്തു. അതിനടുത്ത യവത്മലി ജില്ലയിൽ 132 പേരാണ് ജീവൻ വലിച്ചെറിഞ്ഞത്. ഓറഞ്ച്, സോയാബീൻ, പരുത്തി തുടങ്ങിയ ഇനങ്ങളാണ് അമരാവതിയിലെ മുഖ്യ കൃഷി. യവത്മലിലാകട്ടെ സോയാബീനും പരുത്തിയും. പരുത്തിയുടെ വിലത്തകർച്ചയോടെയാണ് ആളുകൾ സോയാബീൻ ആശ്രയിക്കാൻ തുടങ്ങിയത്. ആ മേഖലയും നഷ്ടക്കച്ചവടമായതോടെ അവരുടെ നിത്യചലനം പോലും കടക്കെണിയിലാണ്ടു. പാട്ടത്തോത്, വളവില വർധന, കൊള്ളപ്പലിശ, ഉൽപാദന ചെലവ് തുടങ്ങിയവ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ തകർത്തു. ദേശസാൽകൃത ധനകാര്യ സ്ഥാപനങ്ങൾ അകറ്റിയതോടെ ഏറെ കർഷകരും പലിശക്കാരുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കാരുണ്യത്തിനായി വരിനിന്നു. 2000 തൊട്ട് അമരാവതി, യവത്മലി, അകോള, വാഷിം, ബുൽധാന, വാർധ ജില്ലകളിൽ 4 ലക്ഷത്തിനടുത്ത് ആത്മാഹുതി റിപ്പോർട്ട് ചെയ്തു. മറാത്ത്വാഡയിലും സമാന സ്ഥിതിയാണ്. അതുപോലെ കർണാടകം, ഒഡീഷ, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കർഷക രോദനം കരളലിയിക്കുന്നതാണ്. ഈ അപകടാവസ്ഥയിലാണ് ഖാരിഫ് വിളകൾക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിച്ച മിനിമം താങ്ങുവില ഏറെ തുച്ഛവും അപര്യാപ്തവുമാകുന്നത്. കൃഷി നടത്തിപ്പിൻ്റെ തുകയും അതിൻ്റെ 50% കൂട്ടുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് MSP എന്ന മോദിയുടെ വാദം അസത്യമാണ്. ഓരോ വിളയ്ക്കും നൽകേണ്ടതിനേക്കാൾ വളരെ താഴെയാണ് സർക്കാർ നിരക്കുകൾ എന്നത് കടുത്ത വഞ്ചനയാണെന്നും കർഷക സംഘടനകളുമായി ആലോചിച്ച് അവ പുനർനിർണയിക്കണമെന്നുമാണ് അഖിലേന്ത്യാ കിസാൻ സഭ പ്രസ്താവിച്ചത്. ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത C2 ഫോർമുല അനുസരിച്ച് നെല്ല് ക്വിൻ്റലിന് 3012 രൂപ ലഭിക്കണം. പ്രഖ്യാപിച്ചതാകട്ടെ വെറും 2300. ചോളം, പരുത്തി, റാഗി തുടങ്ങിയ വിളകളോടും അവഗണന തന്നെ. കൃഷിച്ചെലവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ കൈമാറിയ കണക്കുകൾ ഗൗനിക്കാതെയാണ് കേന്ദ്രത്തിൻ്റെ താങ്ങുവില പ്രഖ്യാപനം. രാജ്യമാകെയുള്ള കർഷകരിൽ 10% നിന്നേ FCI നേരിട്ട് സംഭരിക്കുന്നുള്ളൂ. ചുരുക്കം ആളുകൾക്കേ അതിൻ്റെ ആനുകൂല്യം അനുഭവിക്കാൻ സാധിക്കൂ. കേരളത്തിലടക്കം ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഏജൻസികൾക്കാണ് സംഭരണ ചുമതല. കേന്ദ്ര MSPയേക്കാൾ അധിക നിരക്കിലാണ് ഇവിടങ്ങളിലെ സംഭരണവും. കേന്ദ്രം നെല്ലിന് പ്രഖ്യാപിച്ചത് ക്വിൻ്റലിന് 2300 രൂപയാണെങ്കിൽ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കായ 2820 രൂപയാണ്. ആ ഇനത്തിൽ 1079 കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിക്കാനുണ്ടെന്നതാണ് വസ്തുത.